തുടങ്ങുന്നത് 1997 കാലഘട്ടത്തിലെ കൊറിയ കാണിച്ചുകൊണ്ടാണ്. ആ സമയത്ത് അവിടെ വലിയൊരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു ടൈഫൂൺ എന്ന പേരുള്ള ആ സ്ഥാപനം. ആ കമ്പനിയുടെ മുതലാളിയാണ് ദേ ഈ ഇരിക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ പേര് കങ് എന്നാണ്. ഈ ടൈഫൂൺ കമ്പനിയും അവിടുത്തെ ഈ മുതലാളിയെയും കുറച്ച് സ്റ്റാഫ്സിനെയും ഒക്കെ ഒരു TV പ്രോഗ്രാമിന്റെ ഭാഗമായി ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അവിടെ തന്നെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കഥാനായികയായ സിയോൺ. സിയോൺ അവിടെ ഭയങ്കര വലിയ സ്റ്റാഫ് ഒന്നും അല്ല, മറിച്ച് അവൾ അവിടെ ഒരു ബുക്ക് കീപ്പറായി വർക്ക് ചെയ്യുന്നു. ലെഡ്ജറുകൾ ഓർഗനൈസ് ചെയ്യുക, റെസിപ്റ്റ്സ് അറ്റാച്ച് ചെയ്യുക, ചെറിയ ചെറിയ ക്ലീനിങ് ജോലികൾ ചെയ്യുക, കപ്പുകൾ വാഷ് ചെയ്യുക എന്നിങ്ങനെ പണികളും അവൾ ചെയ്യാറുണ്ട്. സിയോണിനെ പറ്റി ഇനിയും നമ്മൾ കുറെ അറിയാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. അവന്റെ പേര് ടേ എന്നാണ്. ടേ നമ്മുടെ ഈ ടൈഫൂൺ ട്രേഡിംഗ് കമ്പനി മുതലാളിയായ കങ്ങിന്റെ മകനാണ്. 26 വയസ്സുള്ളവൻ. അച്ഛൻ വലിയൊരു സ്ഥാപനം നടത്തുന്നതുകൊണ്ടും നല്ല സമ്പന്നനായതുകൊണ്ടും അതിന്റെ എല്ലാവിധ കുരുത്തക്കേടുകളും ഒപ്പിച്ച് ലൈഫിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പയ്യനാണ്. ഇപ്പൊ തന്നെ ഒരു നൈറ്റ് ക്ലബിൽ ചെല്ലുന്നവനെ എല്ലാവരും ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവനോട് വളരെ പോപ്പുലർ ആയ ഒരു എലിജിബിൾ ബാച്ചിലർ ആണല്ലോ. നല്ല സമ്പന്നൻ, നല്ല സുന്ദരൻ. അവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്ന ടേ ഡാൻസ് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് യൂറിം എന്നുമാണ്. ആ മെസ്സേജ് കണ്ടിട്ട് അത് വലിയ മൈൻഡ് ആക്കാതെ തേ അങ്ങനെ നടന്ന് നേരെ ഒരു റൂമിൽ ചെന്ന് കയറുമ്പോൾ ആക്ച്വലി അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മുന്നേ അവന് മെസ്സേജ് അയച്ച യൂറിമോ ഉണ്ടായിരുന്നു. യൂറിം തേ കണ്ടപാടെ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ഓടി ചെന്ന് സംസാരിക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന ഹ്യുൻജുൻ എന്ന ഒരു പയ്യന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഒരുമാതിരി കലിപ്പിരിക്കുമ്പോ അയ്യോ സോറി കേട്ടോ, ഞാൻ റൂം മാറി കയറിയതാന്ന് പറഞ്ഞു തേ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോ നീ മനപ്പൂർവ്വം ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഹ്യുൻജുൻ തേയോട് ഷൗട്ട് ചെയ്യുകയും അവന് നേരെ ഒരു ഗ്ലാസ് എടുത്ത് എറിയുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവർ ഇടയ്ക്കിടയ്ക്ക് കണ്ടിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഹ്യുൻജുന് തേയെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോ ഇവര് നേർക്ക് നേരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ അടിപൊട്ടാറുണ്ട്. അതേ കണക്ക് ഇപ്പോ ഗ്ലാസ് എടുത്തെറിഞ്ഞ് അതിന്റെ ചില്ല് കൊണ്ട് മുഖത്തൊരു മുറിവ് ഉണ്ടായിട്ടും തേ വലിയ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന രീതിക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ ഹ്യുൻജു അടങ്ങുന്നില്ല. അവൻ തേയോടുള്ള ദേഷ്യം അവിടെയുള്ള ഒരു സ്റ്റാഫിന്റെ അടുത്ത് തീർക്കാനായി നോക്കുമ്പോൾ എന്തിനെന്തിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ തേ അതൊന്ന് മാറ്റാനായി നോക്കി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ ഒരു ടേബിൾ എടുത്ത് തേയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഹ്യുൻജു. അത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീടാകട്ടെ അവരെയൊക്കെ കൈകാര്യം ചെയ്ത് തന്റെ സുഹൃത്തായ നാമുമായി അവിടെ നിന്ന് ഓടുന്ന തേയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സിയോണും ഓട്ടത്തിലായിരുന്നു. സിയോൺ ബുക്ക് കീപ്പറായി ടൈഫൂൺ ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾ വളരെ അംബീഷ്യസ് ആണ്. ലൈഫിൽ കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ പല കാരണങ്ങളും ഉണ്ട്. അതൊക്കെ വഴിയെ പറയാം. എന്തായാലും അതിന്റെ ഒരു ഭാഗമായിട്ട് അവളിപ്പോ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ജോഗ്രഫി കോഴ്സിന് സ്പോട്ട് നേടാനായി ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ സ്ഥലത്തെത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടൈം കഴിയുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച ജോഗ്രഫി കോഴ്സിന് അഡ്മിഷൻ സിയോണിന് കിട്ടുന്നില്ല. വേണമെങ്കിൽ അടുത്ത മന്ത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് അവരതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഒന്ന് അഡ്വാൻസ് ആയി കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അത്രയും കാശൊന്നും ആ സമയത്ത് സിയോണിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അപ്സെറ്റ് ആയി നിൽക്കുന്നു. അവൾക്ക് വലിയ ഡ്രീം ആയിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോഴേക്കും മുന്നേ അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ തേയെയും നാമിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയം അവിടേക്ക് സംഭവം അറിഞ്ഞെത്തുന്ന നാമിന്റെ അമ്മ അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ അടി ഉണ്ടാക്കി സ്റ്റേഷനിൽ വന്നതിന്റെ പേരിൽ. പക്ഷെ എത്തുന്ന തേയുടെ അമ്മയോട്ടോ യോ എന്റെ മോൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുമ്പോൾ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞു വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നാമിന്റെ അമ്മ അവിടെ ഷൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തേയുടെ അച്ഛന്റെ വരവ്. അവനൊരു അഡൽട്ടാ. അവന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായി അവനറിയാം. നീ എന്തിനാ ഉടനെ ഓടി വന്നെന്നെല്ലാം അച്ഛൻ അമ്മയെ വഴക്ക് പറയുന്നുണ്ട്. വൈഫിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നെ നോക്കുമ്പോൾ അങ്ങ് പോയ അങ്ങനെ കേസിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്നെല്ലാം അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിനെ പറ്റി പോലീസ് സംസാരിക്കുമ്പോൾ അവനൊരു അഡൽട്ടാണ്. അവന്റെ കാര്യങ്ങൾ നോക്കാൻ അവൻ അറിയാന്ന് പറഞ്ഞ് മൈൻഡ് ആക്കാതെ തേയുടെ അച്ഛൻ അവിടെ നിന്ന് പോകാനെ ഒരുങ്ങുന്ന സമയത്താണ് തേ മുന്നേ അടി ഉണ്ടാക്കിയ ഹ്യുൻജുവിന്റെ അച്ഛൻ ഹ്യുൻജുവും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ രണ്ട് അച്ഛന്മാര് തമ്മിൽ കാണുന്നു. ഇവർ തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്ത് തേയുടെ അച്ഛൻ പുറത്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. വളരെ റെസ്പെക്ട്ഫുള്ളി ആണ് സംസാരിക്കുന്നത്. ഈ ഒരു കേസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാലോ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്ന തേയുടെ അച്ഛനോട് ശരി നമ്മൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഇത്തവണ വിട്ടു കളഞ്ഞേക്കാന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ ഇവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാന്നെല്ലാം തേയുടെ ഈ ആറ്റിറ്റ്യൂഡ് കാരണം തേയുടെ അച്ഛൻ പൊറുതിമുട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ കേസൊന്നും കുഴപ്പമില്ലാതെ തേക്ക് അങ്ങനെ പുറത്തിറങ്ങാനായി സാധിക്കുന്നുണ്ട്. ഈ സമയം ഇതുപോലെ ഫാമിലിയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയതിന്റെ പേരിൽ അച്ഛൻ തേയോട് ഷൗട്ട് ചെയ്യുമ്പോഴും അവനാകട്ടെ അതൊന്നും ഒരു വിഷയമല്ല. അച്ഛന്റെ ഉപദേശം കഴിഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് കാശ് വേണമെന്നും പറഞ്ഞ് 10,000 വോൺ അവൻ ചോദിക്കുമ്പോഴേക്കും അച്ഛന് ദേഷ്യം വരുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാ തെറ്റും ചെയ്ത് കൂട്ടി എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇവനിങ്ങനെ നിന്ന് സംസാരിക്കുന്നല്ലതും കാശ് ചോദിക്കുന്നല്ലോ എന്ന മട്ടില് അച്ഛൻ നല്ലൊരു അടി അവന്റെ ആ ഒരു വർത്താനം കഴിഞ്ഞ ഉടനെ കർണക്കുറ്റി കിട്ടു കൊടുക്കുമ്പോഴേക്കും തേ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നവൻ ആകെ നാണക്കേടായി. അവൻ കുറച്ച് ചെടികൾ വളർത്തുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ഹൗസിലേക്ക് ചെല്ലുന്നവൻ അവിടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും അവരോട് അവന്റെ മനസ്സിലെ കാര്യങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇന്ന് ആദ്യമായിട്ട് എന്നെ അടിച്ചു, പക്ഷെ എന്തിനാ ഞാൻ അവിടെ വഴക്കുണ്ടാക്കിയത് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് എന്നോട് ചോദിച്ചു പോലും ഇല്ല. എന്റെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെയാണ് എന്നെ അടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ ആ സങ്കടം മറയ്ക്കാനായിട്ടായിരിക്കാം കുറച്ച് കഴിഞ്ഞ് അവൻ അവിടെ കിടന്ന് ഭയങ്കരമായ ഒരു K-pop മ്യൂസിക്കിന് തുള്ളിച്ചാടുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നേരം വെളുത്ത് കഴിയുമ്പോൾ നല്ല ഉറക്കപ്പിച്ച തന്നെ ഉണ്ടായിരുന്ന അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഒരു ബൊക്കെ കണക്കാക്കി അതുമായി നേരെ വീട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വന്ന് നിൽക്കുന്ന തേ
ആണ്. ആ ടീം അതേ സ്റ്റേഷനിൽ തന്നെ അവന്റെ അടുത്തായി തന്നെ നമ്മുടെ സിയോൺ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കം തൂങ്ങി അവനാട്ടെ സിയോണിന്റെ ദേഹത്തേക്ക് ചെന്ന് ചാരുമ്പോ അവൾ എന്ത് ഇതെന്ന് ചോദിക്കുന്ന ടീം സോറി ഉറക്കപ്പിച്ചലായി പോയതാണെന്ന് പറഞ്ഞ് അവനും നിൽക്കുന്നു. എന്നാലും ആള് നല്ല ഉറക്കപ്പിച്ച തന്നെയാണ്. അങ്ങനെ ട്രെയിൻ എത്തുമ്പോൾ ഇവരൊക്കെ അതിൽ കയറുന്നുണ്ട്. അങ്ങനെ ട്രെയിനിൽ നിൽക്കുന്ന ടീമും ആ ബൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കരമായി ഉറക്കം തൂങ്ങി തന്നെ നിൽക്കുകയാണ് തേ. അവൻ ഈ ഉറക്കം തൂങ്ങുന്നത് അവിടെ ഇങ്ങനെ കാണിക്കുന്നതും ഒക്കെ കണ്ട് മാറി നിന്ന് സിയോൺ ശ്രദ്ധിക്കുകയും അത് കണ്ട് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവനും അത് ശ്രദ്ധിച്ച് അവളെ തന്നെ നോക്കുമ്പോൾ അവൾ ഒന്നും അറിയാത്ത കണക്ക് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും തനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ആവുമ്പോഴേക്കും തേ ഇറങ്ങുന്നു. ആ ടീം അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കയിൽ നിന്ന് ഊരിയ ഒരു പൂ മാത്രം തേ താഴേക്ക് വീഴുമ്പോൾ അത് കാണുന്ന സിയോൺ അതെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ ഇറങ്ങി ജോലി സ്ഥലത്തേക്ക് നടക്കാണ്. സിയോൺ ജോലി ചെയ്യുന്നത് തേയുടെ അച്ഛന്റെ സ്ഥാപനത്തിലാണല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഓഫീസിലേക്ക് എത്തുന്നത് സിയോണാണ്. അവളവിടെ ബുക്ക് കീപ്പറായി ജോലി ചെയ്യുന്നു. അതായത് ഒരു പ്യൂൺ കണക്ക് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓഫീസൊക്കെ തുറന്ന് അവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ജനലൊക്കെ തുറന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് അങ്ങനെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തേ ആകട്ടെ അവന്റെ വീട്ടിൽ വന്ന് കിടന്ന് ഉറക്കാണ്. അവനെ പോലെ തന്നെ ഒരു മെസ്സിയായ രീതിയിൽ തന്നെയാണ് റൂമും ഉള്ളത്. എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് എത്തുന്ന അച്ഛനാകട്ടെ അവനെ ഒരുമാതിരി പാവം പോലെ നോക്കി നിൽക്കാണ്. കഴിഞ്ഞ ദിവസം അടിച്ചല്ലോ, അതിന് ഭയങ്കര സങ്കടം അച്ഛനുണ്ട്. പുതപ്പൊക്കെ നന്നായി പുതച്ചു കൊടുത്ത് അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ടീം അമ്മ എന്തിനാ ഇന്നലെ അവനെ അടിക്കാൻ പോയെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. കാരണം അവനെ ആ ഒരു സമയത്ത് അച്ഛൻ അടിച്ചെങ്കിലും പിന്നീട് അതിനെപ്പറ്റി ഓർത്ത് ഭയങ്കരമായി സങ്കടപ്പെട്ടതോ അച്ഛൻ തന്നെയായിരുന്നു. അല്ല നിങ്ങൾക്ക് അവനൊരു കാർ മേടിച്ചു കൊടുത്തൂടെ എന്നെല്ലാം അമ്മ കിട്ടിയ അവസരം ഒന്ന് മുതലാക്കാൻ നോക്കുന്നുണ്ട്. അതായത് അവനെ അടിച്ചതില് അച്ഛന് സങ്കടം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് പറഞ്ഞ ഒരു കാർ അതിന്റെ ഇടയിൽ ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് ഓർത്ത്. പക്ഷെ അത് കേൾക്കുന്ന അച്ഛൻ നീ ചുമ്മാ അവനെ വഷളാക്കാൻ നിൽക്കാതെ ഒന്ന് പോയെന്നും പറഞ്ഞ് അമ്മ മൈൻഡ് ചെയ്യാതെ ജോലിക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ഇതേ കണ്ടില്ലേ എന്ന് വെളുപ്പ് ഞാൻ വീട്ടിലേക്ക് വന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ ഇട്ടുണ്ടോ അതിനായിട്ടുള്ള ഷൂ ഒക്കെ അവൻ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മകനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അതിന് ഞാൻ പോളിഷ് ചെയ്യാനൊന്നും ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ റോഡിലെത്തുന്ന ടീം ചെളിയൊക്കെ ഷൂലാവുന്ന ടീം അച്ഛൻ അത് അപ്പൊ കാണുമ്പോൾ തുടയ്ക്കുന്നു. കാരണം തേ പോളിഷ് ചെയ്ത് കൊടുത്ത ഷൂ അല്ലേ. അമ്മയുടെ മുമ്പിൽ കുറച്ച് ജാട കാണിച്ചാലും അച്ഛൻ അത് ഭയങ്കര ഒരു സന്തോഷവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തേയോട് ഏതൊരു അച്ഛനും ഉള്ള കണക്ക് തന്നെ വളരെ സ്നേഹവാത്സല്യം ഈ അച്ഛനുണ്ടെങ്കിലും അവൻ ഇപ്പോഴേ കുറച്ച് ഉത്തരവാദിത്ത ഇല്ലായ്മയൊക്കെ ആയിട്ട് നടക്കുക. അപ്പൊ കൂടുതൽ കൊഞ്ചിച്ചു കഴിഞ്ഞാൽ അവൻ വഷളായി പോകുമെന്ന കാര്യം കൊണ്ടാകാം അച്ഛൻ അത് അത്രയ്ക്ക് അങ്ങ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവനെ വളരെ ഇഷ്ടമാണ്, വളരെ കാര്യമാണെന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അങ്ങനെ അമ്മയാകട്ടെ മെസ്സിയായി കിടക്കുന്ന അവന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് തേക്ക് ഒരു കോള് വരുന്നത്. തേയുടെ ഫ്രണ്ടിനെ നമ്മൾ കണ്ടിരുന്നില്ലേ, നാം അവനെ എവിടേക്കോ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു TV ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് നാം വിളിച്ചത് പ്രകാരം തേ ചെല്ലുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ആക്ച്വലി നാമിന്റെ കൂടെ ആ ഒരു ഷോയിൽ പങ്കെടുക്കാനായി ഇവരുടെ മറ്റൊരു ഫ്രണ്ടും കൂടി വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷെ ആ ഫ്രണ്ട് ഇപ്പൊ മുങ്ങിയിരിക്കുന്നു, വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവുന്ന നാം അവന്റെ കൂടെ തേയെ ആ വരാത്ത ഫ്രണ്ടിന്റെ സ്പേസ് ഫില്ല് ചെയ്ത് ആ ഒരു TV ഷോയിൽ പങ്കെടുക്കാനായി നിർബന്ധിക്കുകയാണ്. നാമിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ പങ്കെടുക്കാനായി. പക്ഷെ തേക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അതൊരു മാച്ച് മേക്കിംഗ് ഷോ ആണ്. അതായത് ഈ പയ്യന്മാർക്ക് പറ്റിയ പെൺകുട്ടികളെ കണ്ടെത്താനായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ. പക്ഷെ നാം നിർബന്ധിച്ച് തേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട്. 4 പയ്യന്മാരും 4 പെൺകുട്ടികളുമാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് പറ്റിയ ജോഡിയെ കണ്ടെത്താനായി. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നു. അങ്ങനെ തന്റെ ഇൻട്രോയുടെ സമയമാകുമ്പോഴേക്കും തേക്ക് എന്ത് പറയണം ചെയ്യണമെന്ന് അറിയില്ല. അവൻ എനിക്ക് പൂക്കൾ വലിയ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ അവന്റെ ആ ഒരൊറ്റ ഡയലോഗ് മതിയായിരുന്നു പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാനേ. ബാക്കിയുള്ള പയ്യന്മാര് വളവള സംസാരിച്ചിട്ടും ആ പെൺകുട്ടികൾ തേയിൽ തന്നെ കണ്ണു നട്ടിരിക്കുകയാണ്. തേയോട് ഒരു പെൺകുട്ടി ഫ്ലവേഴ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എന്ത് ഫ്ലവേഴ്സാ ഇഷ്ടം എന്നൊക്കെ ഓരോ കുശലമൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അവര് ഓരോ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നു. തേ നന്നായിട്ട് പാട്ട് പാടുകയും ഡാൻസ് ഒക്കെ ചെയ്യും കേട്ടോ. അവന്റെ പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ ഇതേ ഷോയിൽ തന്നെ മീഹോ എന്നൊരു പെൺകുട്ടി പങ്കെടുക്കുന്നുണ്ട്. അവൾ മറ്റാരും അല്ല, സിയോണിന്റെ സഹോദരിയാണ്. ഒരു എയർ ഹോസ്റ്റസ് ആവണമെന്ന് ആഗ്രഹമുള്ള അവൾ അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ഷോയിൽ ഇപ്പൊ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അവൾ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ വളരെ ശോകമായിട്ടൊരു പാട്ടാണ് പാടുന്നത്. ഇത് കേൾക്കുന്ന തേട്ടെ ഇവക്ക് എന്താ വല്ല ബ്രേക്കപ്പും ആയോ, ഇത്രയും സങ്കടപ്പെട്ട് പാട്ട് പാടുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഷോയുടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തേയുടെ അച്ഛൻ അന്ന് കമ്പനിയിലെ സ്റ്റാഫ്സിനൊക്കെ തന്നെ ബോണസ് നൽകുന്നുണ്ട്. കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചതിന്റെ സന്തോഷത്തിന് അതിന് കാരണമായ തന്റെ സ്റ്റാഫ്സിനൊക്കെ അദ്ദേഹം ബോണസ് കൊടുത്ത് അങ്ങനെ എല്ലാവരും ഹാപ്പി ഇരിക്കുന്ന ടൈമാണ്. പക്ഷെ ഒരു കോള് വരുന്നതും വിളിച്ചിരിക്കുന്ന അവരുടെ ക്ലയന്റ് ആകട്ടെ ഒരു ടെക്സ്റ്റൈൽ ട്രേഡുമായി ബന്ധപ്പെട്ട് കുറച്ച് വലിയ തുക തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ആയി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സക്സസ് ആയി നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡീല് തന്നെയാണ്, കമ്പനിക്ക് നല്ല ലാഭമൊക്കെ കിട്ടും. പക്ഷെ ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയി കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റി അത് നടന്നില്ലെങ്കിൽ കമ്പനിക്ക് അത് ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ തേയുടെ അച്ഛൻ കുറച്ച് കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ നല്ല ലാഭം കിട്ടിയാൽ അതിൽ നിന്ന് പങ്ക് തങ്ങൾക്കും കിട്ടും എന്നറിയാവുന്ന സ്റ്റാഫ്സ് ആ ഒരു ഡീല് ചെയ്യാനായി തന്നെ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിനെ മാറ്റി വേറെ ഒരു ക്ലയന്റ് വഴി നമുക്ക് കുറച്ചുകൂടെ ഈസി ആയ ഒരു ഫാബ്രിക് ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. ആള് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴേക്കും സിയോൺ അദ്ദേഹത്തെ കാണാനായി ചെല്ലുന്നുണ്ട്. ആ ടീം സിയോണിനോട് എന്താണ് അവളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ എടുക്കുന്നതാണ് ആ ഒരു ഇറ്റാലിയൻ ക്ലയന്റിന്റെ പ്രോഡക്ട്സ്. അപ്പോൾ അവരെ മാറ്റി ബാക്കിയുള്ള സ്റ്റാഫ്സ് പറഞ്ഞ കണക്ക് പുതിയൊരു ക്ലയന്റിന്റെ അടുത്തേക്ക് പോവണ്ട എന്നതാണ് എന്റെ അഭിപ്രായം എന്ന് സിയോൺ പറയുമ്പോൾ അദ്ദേഹം അതും കേൾക്കുന്നുണ്ട്.
അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേയായിട്ട് അവന്റെ പൂക്കളെ പരിപാലിച്ച് എന്തൊക്കെയോ ഒരു റിസർച്ച് കണക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഇനി പുതിയ പൂക്കളെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അവന്റെ ശ്രമമായിരിക്കാം. പൂക്കൾ അവൻ അത്രയേറെ ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം വീട്ടിലെത്തി അച്ഛന്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ച് തേ നേരെ പോകുന്നത് ക്ലബിലേക്ക് അടിച്ചു പൊളിക്കാനായിട്ടാണ്. അങ്ങനെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടേക്ക് പോകുന്ന വഴി തേ ഹ്യുൻജുനെയും യൂറിമിനെയും കാണുന്നുണ്ട്. അവരപ്പോ കാറിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യൂറിമാകട്ടെ തേയെ കണ്ടപാടെ നീ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഭയങ്കര കാര്യമായി അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ അത് ഹ്യുൻജുന് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കുന്ന, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അവളാകട്ടെ ചെല്ലാതിരിക്കുമ്പോൾ കൈയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഹ്യുൻജുൻ നോക്കുന്നുണ്ട്. പക്ഷെ യൂറിമിന് അപ്പൊ പോകാൻ താല്പര്യമില്ലാതെ മനസ്സിലാക്കുന്ന തേ ആകട്ടെ യൂറിമിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദേഷ്യം വരുന്ന ഹ്യുൻജുൻ തേയെ വണ്ടി ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതായത് നല്ല സ്പീഡിൽ അവന്റെ നേരെ വണ്ടി ഇങ്ങനെ പായിച്ചു കൊണ്ടിരുമ്പോഴും തേ ഒട്ടും തന്നെ പേടിക്കാതെ ഒന്ന് കണ്ണ് വെട്ടുപോലും ചെയ്യാതെ അവിടെ അങ്ങനെ നല്ല പാറ പോലെ നിൽക്കുമ്പോൾ ഹ്യുൻജുൻ തോറ്റു പിന്മാറുന്നു. അങ്ങനെ പിന്നീട് അതിനുശേഷം തേ അവന്റെ ഫ്രണ്ട്സിനോട് ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സമയം യൂറിമാകട്ടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ തേയെ പ്രപ്പോസ് ചെയ്ത് പിറകെ നടക്കല്ലേ, ഒന്ന് അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് അതിലൊന്നും ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്ന തേ സിയോങ് അവിടെ അവനെ പറ്റി ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറയുന്നു. സിയോങ് ആണ് നാമിന്റെ കൂടെ ആ ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കാനിരുന്ന ഫ്രണ്ട്. പക്ഷെ പിന്നീട് അവനെ പറ്റി ഒരു വിവരം ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴും ഒരു വിവരവും ഇല്ല. ഈ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ പറയുന്നത് അവന്റെ ഫാമിലിക്ക് എന്തോ വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അതിന്റെ ഒക്കെ പ്രശ്നത്തിൽ അവർ പെട്ടിരിക്കുകയാണെന്ന്. അത് കേട്ടപാടെ തേ വേഗം തന്നെ സിയോങ്ങിനെ കാണാനായി അവന്റെ വീടിന്റെ അവിടേക്ക് പോകുമ്പോൾ സിയോങ് തേ കണ്ടപാടെ ഓടി ഒളിക്കാനായി നോക്കുന്നു. പക്ഷെ വിടാതെ പിറകെ ചെന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് തേ എന്താ നിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ നീ എന്നോട് മിണ്ടണ്ട, എന്നോട് മിണ്ടിയാൽ നിനക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മറാൻ സിയോങ് ഒത്തിരി നോക്കുന്നുണ്ടെങ്കിൽ തേ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ ഒരാളെ വിശ്വസിച്ചാ, പക്ഷെ ഇത്രയും വലിയ കടത്തിലായി പോയി. ഇപ്പൊ ഞാനും എന്റെ ഫാമിലി ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാട് വിടേണ്ട സിറ്റുവേഷനിൽ വന്ന് നിൽക്കാം, ജീവിക്കാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് സിയോങ് സങ്കടപ്പെടുമ്പോൾ തന്റെ ദേഹത്തുണ്ടായിരുന്ന ഓർണമെന്റ്സും പേഴ്സിലുണ്ടായിരുന്ന കാശും കാർഡും ഒക്കെ എടുത്തു കൊടുത്ത് ഇത് വെച്ച് നിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ നോക്കുന്നു പറഞ്ഞ് തേ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനായി നോക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾക്ക് ശേഷം തേ ആട്ടെ തിരിച്ചു പോകുമ്പോൾ അവന്റെ അച്ഛൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നത് കാണുന്നു. ആ സമയം അച്ഛന്റെ കൂടെ ചെന്ന് ഫുഡ് കഴിക്കാൻ അവൻ കരുതുന്നുണ്ടെങ്കിലും വേണ്ട, ശരിയാവില്ല എന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെ നേരെ പോകുന്നത് ഗ്രീൻ ഹൗസിലേക്കാണ്. അതായത് അവൻ റോസാപ്പൂക്കളൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ. ആക്ച്വലി അവിടെ റെഡ് റോസസ് മാത്രമേ ആദ്യം തേക്ക് വളർത്താനായി ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിനെ വെച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് പല കളറിലെ റോസുകളെ ഇപ്പോ സ്വന്തമായി അവിടെ വളർത്തിയെടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ള ഈ പൂക്കളെ തേ അവന്റെ പാഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന നാം എടാ ഇത് നല്ലൊരു ബിസിനസ് ഐഡിയ കേട്ടോ, നല്ല വില കിട്ടും ഇതൊക്കെ വിറ്റാലെന്നൊക്കെ പറഞ്ഞു ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ടീം എനിക്ക് ഇതിപ്പോ അങ്ങനെ വിൽക്കാനൊന്നും ഒരു പ്ലാൻ ഇല്ല. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്റെ അച്ഛനെ കാണിക്കാനായിട്ടാ. ഞാൻ ഇത്രയും നാള് ചുമ്മാതിരിക്കല്ലായിരുന്നു, എന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ അച്ഛനെ ഇത് കാണിക്കുന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തിൽ അവനായിട്ട് അവൻ പണിതെടുത്ത ഈ ഒരു സാമ്രാജ്യം, ഈ ഒരു പൂക്കളുടെ മനോഹരമായ സാമ്രാജ്യം അച്ഛനെ കാണിക്കണം, അച്ഛൻ സന്തോഷിക്കണം എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് നടക്കാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തേയുടെ അച്ഛന്റെ ഓഫീസിൽ വലിയൊരു പ്രശ്നമാവുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കാശ് വലിയൊരു ഡീലിന് വേണ്ടി അഡ്വാൻസ് ആയി ഒരു കമ്പനിയെ ഏൽപ്പിച്ചിരുന്നല്ലോ, അതേ ടീം തന്നെ ഇവർക്ക് കിട്ടാനായിട്ടുള്ള കാശിന്റെ ചെക്ക് ബൗൺസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് കിട്ടാനുള്ള കാശും ഇല്ല, കയ്യിലുണ്ടായിരുന്ന കാശ് എടുത്ത് മറിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ കാശിന് ഷോർട്ടേജ് വന്നതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് ഈ മാസം ശമ്പളം കുറച്ച് ഡിലേ ആകുമെന്ന കാര്യം തേയുടെ അച്ഛൻ സ്റ്റാഫ്സിനെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സോറി, ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയതല്ല എന്നൊക്കെ പറഞ്ഞ് തേയുടെ അച്ഛൻ ഭയങ്കരമായി അതിൽ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ സാർ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സാറിനെ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫ്സ് അതിനെ വളരെ പോസിറ്റീവായി എടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് അത്ര കാഷ്വലായി എടുക്കാൻ പറ്റുന്നില്ല. ആള് മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്നു. തിരിച്ച് തന്റെ ക്യാബിനിലേക്ക് പോകാനേ ഒരുങ്ങുന്ന അദ്ദേഹം പെട്ടെന്ന് തളർന്നു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ആദ്യം ഓടി അടുത്തേക്ക് ചെല്ലുന്നത് അത് കണ്ട് സിയോൺ ആയിരുന്നു. ബാക്കി സ്റ്റാഫ്സും അങ്ങനെ ഓടിക്കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വിവരം അറിഞ്ഞ് വേഗം അതേ ഹോസ്പിറ്റലിലേക്ക് തേ എത്തുന്നുണ്ട്. അവൻ വേഗം അച്ഛനെ കാണാനായി വരുന്ന വരവില് അവിടെ നിന്ന് പോകുന്ന സിയോണിനെ തട്ടിയിടുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ. അങ്ങനെ അവൻ വേഗം ചെല്ലുമ്പോഴേക്കും അമ്മ അവനെ കണ്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നു. തുടർന്ന് അച്ഛനെ പരിശോധിക്കുന്ന ഡോക്ടറുമായി സംസാരിക്കുന്ന തേയോട് അച്ഛൻ ഓക്കെ അല്ലേന്നെല്ലാം തേ ചോദിക്കുമ്പോ ഇപ്പൊ ഓക്കെയാണ്, പക്ഷേ ഓക്കെ എന്ന് പറഞ്ഞാല് നിലവിൽ അദ്ദേഹത്തിന് ജീവനുണ്ട് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം പഴയ ഒരു ലൈഫിലേക്ക് മടങ്ങി വരുമോ എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥ എത്ര നാള് കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്ന രീതിക്കാണ് അദ്ദേഹം ഉള്ളതെന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലില് തേയുള്ള ടീമാണ് ഹ്യുൻജുൻ യൂറിമിനെ തട്ടിക്കൊണ്ടുപോയി അവളിപ്പോ അപകടത്തിലാണ്, അവളെ ഉപദ്രവിക്കും, വേഗം വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന രീതിക്ക് ഒരു മെസ്സേജ് തേ അറിയുന്നത്. വേഗം തന്നെ തേ യൂറിമിനെ ഹെൽപ്പ് ചെയ്യാനായി പുറപ്പെടുന്നുണ്ട്. യൂറിം തേയോട് ഒരു പ്രപ്പോസലൊക്കെ നടത്തി തേ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നടക്കുകയാണെങ്കിലും ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് ഒരു കെയർ യൂറിമിനോട് തേക്കുണ്ട്. ഹ്യുൻജു ആണെങ്കിൽ ഒരു വൃത്തികെട്ടവനാണ്, അവൻ ആള് ശരിയല്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ പ്രൊട്ടക്ട് ചെയ്യാന്ന് കരുതി അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിലുള്ള തേയുടെ അച്ഛനെ കാണാനായി സിയോൺ എത്തുന്നുണ്ട്. അവളോട് തേയെ പറ്റി എന്തോ ഒരു കാര്യം അദ്ദേഹം സംസാരിക്കുന്നതും നമുക്ക് കേൾക്കാം. അപ്പോഴേക്കും യൂറിമിനെ രക്ഷപ്പെടുത്താനായി അവൾ അപകടത്തിലാണെന്ന കാര്യം വിശ്വസിച്ച് ക്ലബിന്റെ അവിടേക്ക് എത്തിയ തേയാട്ടെ യൂറിമിനെ ക്ലബിലാണ് ഹ്യുൻജുൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് കേട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ വരുമ്പോഴാണ് അവനെ പ്രാങ്ക് ചെയ്തതാണെന്ന് അവന് മനസ്സിലാവുന്നത്. നീ ഓക്കെ ആണെന്നെല്ലാം യൂറിമിനെ കണ്ടപാടെ തേ ചോദിക്കുമ്പോൾ ഒരുമാതിരി ഭാവത്തിൽ അവള് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട്. ഹ്യുൻജുൻ ആട്ടെ എന്തായാലും
എന്തായാലും നിന്റെ അച്ഛൻ ആശുപത്രിയിലായില്ലേ, നിന്റെ കമ്പനി അധികം വൈകാതെ പൂട്ടാൻ പോവാണെന്ന് കേട്ടല്ലോ, നിന്റെ കഥയെല്ലാം തീരാൻ പോവാന്നൊക്കെ പറഞ്ഞു തേയുടെ അവസ്ഥ എന്താണ് എന്നത് മനസ്സിലാക്കാതെ അവനോടുള്ള വൈരാഗ്യം അപ്പൊ അവനെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും ഒക്കെ തീർക്കാനായി നോക്കുമ്പോഴും തേ അത് വലിയ കാര്യമാക്കാതെ എല്ലാം സഹിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടെന്ന രീതിക്ക് പോവാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ വിടാതെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ട് ഹ്യുൻജോ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നാം എത്തി. എടാ നീ വേഗം മെസ്സേജ് എടുത്ത് നോക്കാനായി തേയോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതാണ്. അവൻ അവിടെ എത്തുമ്പോഴേക്കും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സൗത്ത് കൊറിയയുടെ സാമ്പത്തികം മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആ രാജ്യം ഇപ്പോൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യം നേരിടാനായി തുടങ്ങിയിരിക്കുന്നു എന്ന ന്യൂസ്. അത് ആ നാട്ടിലെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണെങ്കിൽ, രണ്ടാമതായി നമ്മൾ കാണുന്നത് തേയുടെ ലൈഫിനെ ഏറ്റവും അധികം തലയീടായി മറിച്ചൊരു ന്യൂസ് ആണ്. മറ്റൊന്നുമല്ല, തേയുടെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത. അങ്ങനെ തേ ആകെ പ്രശ്നത്തിലായിരിക്കാണ്. അച്ഛൻ പോയിരിക്കുന്നു. അച്ഛൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം അവന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അത് എല്ലാം നോക്കി നടത്തിയിരുന്നത് അച്ഛനാണ്. ആ അച്ഛൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ഇവരുടെ ബിസിനസ്സും കൂടി കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് അതിനെ പിടിച്ചുയർത്താനായില്ല. അച്ഛൻ ഇല്ലാന്ന് പറഞ്ഞ് ആ ഒരു ബിസിനസ്സിനെ അങ്ങനെ വിട്ടുകളയാനേ തേക്ക് സാധിക്കില്ല. കാരണം അവന്റെ അച്ഛന്റെ എല്ലാം ആയിരുന്നു ആ ഒരു ബിസിനസ്. അതുകൊണ്ട് എങ്ങനെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ ഒരു ബിസിനസിനെ പറ്റി യാതൊരു ധാരണയും തേക്കില്ല. എന്തായിരിക്കും ശേഷം അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും വീഡിയോക്ക് ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.